ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഇപ്പോൾ മൊത്തത്തിൽ എക്സ്ക്ലൂസീവായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നടൻ സെയ്ഫ് അലി ഖാൻ കുത്തേറ്റിയ ഒരു വിഷയം. ആ കുത്തേറ്റ സംഭവം ഫേക്ക് ആണ്, ഫാബ്രിക്കേറ്റഡ് ആണ്, അതിനകത്ത് ഭയങ്കര പൊരുത്തക്കേടുണ്ട് എന്നുള്ള തരത്തിലുള്ള ന്യൂസുകളാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനലിൽ 1,99,972 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ആയിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് തള്ളാൻ പറഞ്ഞായിരുന്നു. ആ ഒരു തള്ളലിന്റെ ഭാഗമായി നമുക്കൊരു 2,500 സബ്സ്ക്രൈബേഴ്സ് കൂടി. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് തള്ളി തന്നു കഴിഞ്ഞാൽ, തള്ളിയൊരു തള്ളണ്ട, തള്ളാതെ വീഡിയോ ഇരുന്ന് കാണുന്നവർ ഒന്നുകൂടെ ഒന്ന് തള്ളി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-6 ദിവസം കൊണ്ട് ഒരു 2 ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ആകാം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് തള്ളി സഹായിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. സെയ്ഫ് അലി ഖാൻ, ഓക്കെ, സെയ്ഫ് അലി ഖാൻ ന്യൂസ് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ജനുവരി 16 രാത്രി സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ, സെയ്ഫ് അലി ഖാന്റെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ചെന്ന് ഒരു അങ്ങേര് മോഷണ ശ്രമം എന്നാണ് പറയുന്നത്. മോഷണ ശ്രമത്തിനിടയിൽ സെയ്ഫ് അലി ഖാൻ 6 കുത്തി സെയ്ഫ് അലി ഖാൻ അത്യാവശ്യം നല്ല, അത് കഴുത്തിലൊരെണ്ണം കിട്ടി, നട്ടലിലൊരെണ്ണം കിട്ടി, ബാക്കി 4 ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടി. അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് വാർത്ത വന്നത്. ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു ന്യൂസ് ആയിരുന്നു ഗൈസ്. ഈ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ അന്നേ ചിലർക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ കോടീശ്വരനായ സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ ചെന്നത് ഒരു ഓട്ടോ പിടിച്ചാണ് ഗൈസ്. അവിടെയാണ് എല്ലാവർക്കും സംശയം. എന്തോടെ സെയ്ഫ് അലി ഖാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി, ഒരു കാറില്ലേ, എന്തിന് ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു? അത് ആളുകൾക്ക് ഭയങ്കര സംശയം ഉണ്ടാക്കി. അതിനുശേഷം ഈ കൃത്യം നടന്ന് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്റെ വീട്ടിലോട്ട് വരുന്ന ഒരു വരക്കമുണ്ട്. ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. കണ്ട, നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത് വെള്ളയും ജീൻസും ഒക്കെ ഇട്ട്, കയ്യിലൊരു ബാൻഡേജ് ഉണ്ട്, കഴുത്തിൽ ഇവിടെ ഒരു ബാൻഡേജ് ഉണ്ട് കേട്ടോ. വേറെ ഒരു കുരുവും ഇല്ല അണ്ണന്. നല്ല സൂപ്പറായിട്ട് നല്ല ഫിലിം സ്റ്റാർ ഒക്കെ നടന്നു വരുന്ന, ഫിലിം സ്റ്റാർ ആണല്ലോ, നല്ല നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടന്നു വരുന്നത്. ഇവിടെ നട്ടലിനും ഇവിടെയും കഴുത്തിനും കുത്തു കിട്ടിയ ആളാണ് 4ന്റെ അന്ന് ദാണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. 2 മേജർ സർജറി നടത്തിയെന്നാണ് പറയുന്നത്. അണ്ണനാണ് ഈ കാണുന്നത്, നിങ്ങൾ കണ്ടത്. ഒരു കുരു അണ്ണനില്ല. ഇതുകൂടെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് ഡബിൾ സംശയം. ഇവനിത് കുത്തു തന്നെയാണ് അവിടെ കിട്ടിയത്. ഇതെന്തോ അറ്റ്ലി എങ്ങാണ്ട് എഴുതി കൊടുത്ത കഥ ആവാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഇത്രയും മണ്ടത്തരമൊന്നും കാര്യം കാണിച്ചു വെക്കൂല. തമിഴ് പടത്തിലൊക്കെ ഈ മാതിരി കുത്തൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ പുല്ല് പോലെ എഡിറ്റ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് പോട്ടെ, കം ടു ദ പോയിന്റ്. ഇനി ആളുകൾക്ക് സംശയം തോന്നാൻ ഉള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ പറയുന്ന സെയ്ഫ് അലി ഖാന്റെ വീടൊന്ന് കാണാം ഗൈസ്. കണ്ടേ, ഈ കാണുന്നതാണ് ബാന്ദ്രയിലുള്ള സെയ്ഫ് അലി ഖാന്റെ വീട്. വീട് മീൻസ് അപ്പാർട്ട്മെന്റ് ആണ്. 12 നിലയുണ്ട്. 12 നില ഇങ്ങനെയാണല്ലോ, ഓരോ നിലയിൽ ഓരോ ആൾക്കാരെന്നല്ലോ താമസിക്കുന്നത്. 12 നില ഇങ്ങേരുടെ സാധനമാണ്. ഓക്കെ, ഇവിടെയാണ് ഈ പറയുന്ന ഇദ്ദേഹം താമസിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് ഈ പറയുന്ന കള്ളനകത്തോട്ട് കയറി, അവിടെ 7-8 സെക്യൂരിറ്റികളുണ്ട്. സെക്യൂരിറ്റികൾ ആരും കണ്ടിട്ടില്ല ഈ കള്ളനകത്ത് കയറുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയ വീട്ടിൽ, ഇത്രയും കോടീശ്വരനായ സെയ്ഫ് അലി ഖാന്റെ ഈ വീട്ടിൽ 6ാമത്തെ ഫ്ലോറിൽ മാത്രമാണ് ഗൈസ് CCTV ഉള്ളത്. എന്നുവെച്ചാൽ CCTV വർക്കിംഗ് ആയിട്ടുള്ളത്. ബാക്കി ഒരിടത്ത CCTVയും വർക്കിംഗ് അല്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, സെയ്ഫ് അലി ഖാനാണ്, ഓക്കെ, കോടിക്കണക്കിന് സ്വത്തുള്ള സെയ്ഫ് അലി ഖാന്റെ CCTV വർക്കല്ലെന്ന് പറയുമ്പം അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എത്രമാത്രം ഊളയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഈ കള്ളൻ കക്കാനായിട്ട് കയറി സെയ്ഫ് അലി ഖാനുമായിട്ട് ഇടിയും വഴക്കം ഉണ്ടായി. സെയ്ഫ് അലി ഖാൻ കള്ളനെ ഇങ്ങനെ പിടിച്ചു ഗൈസ്. ഇങ്ങനെ പിടിച്ച സമയത്ത് കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സെയ്ഫ് അലി ഖാൻ അറഞ്ചാൻ പറഞ്ഞ് കുത്തിയിട്ട് പോയി. അങ്ങനെയാണ് ഈ 6 കുത്ത് വരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 4 മെയിൽ സ്റ്റാഫ്സ് അവിടെ ആ റൂമിനകത്തുണ്ടായിരുന്നു. അവര് ഒരാൾ പോലും ആ കള്ളനിൽ നിന്ന് സെയ്ഫ് അലി ഖാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയില്ല എന്നുള്ളതാണ് വേറൊരു സംശയം ഉളവാക്കുന്ന കാര്യം. ഒരു വിളിച്ചുപോലും ഒന്നും കേട്ടിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കള്ളൻ ഇവനെ പൊക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, ഈ പറയുന്ന കള്ളൻ ഈ അപ്പാർട്ട്മെന്റിലെ ഗാർഡൻ ഏരിയയിൽ തന്നെ 2 മണിക്കൂർ ഹൈഡ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. സെക്യൂരിറ്റിയുടെ കണ്ണ് വെട്ടിച്ചോരത്തിനകത്ത് കയറി ഓണറിനെ കുത്തിയിട്ട് പോവാണ്. ഓക്കെ, അന്നേരം എന്താണെങ്കിലും അവിടുത്തെ ഗാർഡ്സ് ഒന്ന് തെരയും, ആരാണ് കയറിയത്, അല്ലെങ്കിൽ അവനെ പിടിക്കാനൊന്ന് ശ്രമിക്കും. ആ അപ്പാർട്ട്മെന്റിന്റെ കോമ്പൗണ്ട് അത്ര വലുതാണെന്ന് തോന്നുന്നില്ല. അപ്പാർട്ട്മെന്റ് നല്ല ഹൈറ്റ് ഉണ്ടെങ്കിലും കോമ്പൗണ്ട് അത്ര വലുതാണെന്ന് തോന്നുന്നില്ല. 6-7 ഗാർഡ്സ് ഉണ്ട്. ഒന്ന് അതിന്റെ ഇടയ്ക്കിലൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നടന്നായിരുന്നെങ്കിൽ 2 മണിക്കൂറെ കള്ളൻ അവനെ വിളിച്ചിരിക്കത്തില്ലായിരുന്നു. അവനെ പൊക്കിയനെ. എന്നിട്ട് ഈ കള്ളൻ അവൻ ഏത് എൻട്രൻസിൽ കൂടെ ആണോ വന്നത്, ആ എൻട്രൻസിൽ കൂടെ തന്നെയാണോ അവൻ പുറത്തും പോയത്. ഇവനെ എന്തുകൊണ്ട് ഈ ഗാർഡ്സ് കണ്ടില്ല? ഓക്കെ, ഈ പൊട്ടന്മാര് കടന്ന് ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് കണ്ടില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി അടുത്ത സംശയം, ഇതാണ് കള്ളന്റെ കൂടി കിട്ടിയിട്ടുള്ള ഒരു CCTV ദൃശ്യം. 1/16/2025 കള്ളൻ തിരിച്ചിറങ്ങി പോകുന്നതാണ് കാണുന്നത്. രാവിലെ 2:33 കള്ളൻ തിരിച്ചിറങ്ങി പോകുന്ന ആ ഒരു CCTV ഫുട്ടേജിനകത്ത് നോട്ട് ചെയ്തേക്കുന്ന ടൈം. പക്ഷേ ഈ പറയുന്ന സെയ്ഫ് അലി ഖാൻ, ഇത്രയും കുത്തുകൊണ്ട് നിൽക്കുന്ന സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് 4:11 ലീലാവതി ഹോസ്പിറ്റലിൽ എത്തുന്നത് 4:11. ഹോസ്പിറ്റൽ രേഖയാണ്. ഹോസ്പിറ്റൽ രേഖയ്ക്കകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടേ,
4:11, ഡേറ്റ് ഓഫ് അഡ്മിഷൻ 6/1/2025 4:11 AM. ഇത്രയും സിവിയറായിട്ട് 6 കുത്ത് കിട്ടിയ, കഴുത്തിന്റെ ഇവിടെയും സ്പൈനിന്റെ അവിടെയും കുത്ത് കിട്ടിയ സെയ്ഫ് അലി ഖാൻ ഏകദേശം ഒരു മണിക്കൂർ 40 മിനിറ്റ് എവിടായിരുന്നു? സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ലീലാവതി ഹോസ്പിറ്റലിലോട്ട് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ്. വെളുപ്പിനെ ആയതുകൊണ്ട് ട്രാഫിക്കും ഇല്ല. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ 10-5 മിനിറ്റ് കൊണ്ട് എത്താം. പക്ഷെ ഇത്രയും സമയം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. വല്ല മേക്കപ്പിനും വല്ലതും ആയിരുന്നു എന്ന് സംശയമില്ലാതില്ല. പിന്നെ അടുത്ത ദുരൂഹത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയം വന്ന സമയത്ത് 6 കുത്തെന്നായിരുന്നു ഗൈസ് പറഞ്ഞത്. 6 കുത്ത്, ഓക്കെ. പക്ഷേ ഈ പറയുന്ന ലീലാവതി ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ടിനകത്ത് 5 കുത്തുകൾ മാത്രമേ ഉള്ളൂ. 5 ഒരു കുത്ത് ആവിയായി പോയി. എങ്ങോട്ട് പോയത് നോ ഐഡിയ. ഇനി കുത്തിന്റെ എണ്ണവും അതിന്റെ ആഴങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. 1, ലസറേഷൻ ഓവർ ബാക്ക് 0.5 തൊട്ട് 1 സെന്റിമീറ്റർ വരെയുള്ള ചെറിയ മുറിവാണ് ഗൈസ്. അതെവിടെ? പുറത്തെവിടെയാണ്. ലസറേഷൻ ഓവർ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് വ്രിസ്റ്റ്, ലെഫ്റ്റ് സൈഡിലത്തെയാണ്. അത് 5 തൊട്ട് 10 സെന്റിമീറ്റർ വരെയുള്ള കുത്താണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡിൽ, ലെഫ്റ്റ് സൈഡിലെ വ്രിസ്റ്റിൽ ഇവിടെയാണ് 5 തൊട്ട് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ആ വൂണ്ടിന്റെ നീളം എന്താണ്ട് ഇത്രയും, ഇത് കണ്ട ഇവിടെ തൊട്ട് ഇത്രയും. 5 എന്ന് പറയുമ്പോൾ എന്താണ് ഇത്രയുണ്ട്, 5 ഇത്രയുണ്ട്. 10 എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇത്രയുണ്ട്. ഇത്രയും നീളമുള്ള മുറിവാണ് ഇടത്തെ കയ്യിൽ, ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. ഓക്കെ, കയ്യിലാണ്, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അടുത്തത് ലെസറേഷൻ ഓവർ സൈഡ് ഓഫ് ദ നെക്ക്, റൈറ്റ് സൈഡിലാണ് കേട്ടോ. 10 തൊട്ട് 15 സെന്റിമീറ്റർ വരെ നീളമുള്ള സാധനം കഴുത്തിൽ. 10 തൊട്ട് 15 കാണിച്ചുതരാം. വെയിറ്റ്, പഴയ തുരുമ്പിച്ച സാധനം ഇതാണ്ട ഗൈസ്. ഇത്രയും നീളം വരും ഈ നെക്കിൽ. ഇത്രയും നീളമുള്ള 15 മാക്സിമം, മിനിമം എടുത്തതാണ്ട് ഇത്രയും വരും. 10നും 15നും ഇടയ്ക്ക് നീളമുള്ള മുറിവാണ് നെക്കിലുണ്ടായിരിക്കുന്നത്. നേരത്തെ പുട്ട് പോലെ നടന്നു പോയ സെയ്ഫ് അലി ഖാൻ ഇത് ഒട്ടിച്ച്, ഇവിടെ ഒരു ബാൻഡേജ് ഒട്ടിച്ച് വെച്ചോണ്ടാണ് നടന്നു പോയേക്കുന്നത്. സിനിമയെ പോലും ഈ മാതിരി അപരാധം കണ്ടിട്ടില്ല. അടുത്തത് ലെസറേഷൻ ഓൺ റൈറ്റ് ഷോൾഡർ 3 to 5 സെന്റിമീറ്റർ. ഓക്കെ, ഇത്രയും വലിയ കുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നെഗ്ലിജിബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാടി. എൽബോ അബ്രാഷൻ വൂണ്ട് 5 സെന്റിമീറ്റർ, ചിലപ്പോൾ ഒരഞ്ഞു പോയത് വല്ലതും ആയിരിക്കും. അതും വേണമെങ്കിൽ നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കാം. ഈ പറയുന്ന കഴുത്തിനൊക്കെ 10 തൊട്ട് 15 സെന്റിമീറ്റർ നീളത്തിലുള്ള വൂണ്ടൊക്കെ കിട്ടിയ ആള്, 2 സർജറിക്കൊക്കെ വിധേയമായ ആള് നല്ല കിടിലമായിട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. സ്ക്രിപ്റ്റ് പാളിപ്പോയി എന്ന് വേണമെങ്കിൽ കരുതാം. ഇതാണ് ആ ഒരു വൂണ്ട്, കണ്ടല്ലോ. ഇത് 15 സെന്റിമീറ്ററിന്റെ നീളമുള്ള വൂണ്ടിന്റെ ഒട്ടിച്ചേക്കുന്ന ബാൻഡേജ് ആണ്, കണ്ട. ഇതാണ് സംഭവം. കയ്യിലത്തെ സാധനം ഇതാണ് ഗൈസ്. ഇതുകൊണ്ട് 10-15 സെന്റിമീറ്റർ. ഒരു കുരു ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കുണ്ടെന്ന്. ഇനി വേറൊരു പൊരുത്തക്കേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയ്ഫ് അലി ഖാൻ ഓട്ടോയിലാണ് ചെന്നതെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഓട്ടോക്കാരനെ കണ്ടതിന്റെ ഫോട്ടോസ് ആണ്. പുള്ളിക്കാരന് ചെറിയ രീതിയിൽ ഒരു പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. 50,000 10,000 11,000 അങ്ങാണ്ട് പാരിതോഷം കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് വിട്. ഈ സെയ്ഫ് അലി ഖാൻ ഹോസ്പിറ്റലിൽ ചെന്നത് തന്റെ മകൻ തൈമൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനുണ്ട്, 6-7 വയസ്സ് കണ്ടുള്ള പയ്യനോടൊപ്പം രക്തത്തിൽ കുളിച്ചാണ് ചെല്ലുന്നതെന്ന് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഒന്ന് കേൾക്കണം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കണം. ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. सैफ अली साहब का जब हॉस्पिटल आए थे तो मैं वो डॉक्टर था जो उनको फर्स्ट आवर में मिला हूँ. പുള്ളി ഡോക്ടറാണ്. പുള്ളിയുടെ ആദ്യത്തെ അവറിൽ തന്നെ ചെന്നപ്പോൾ തന്നെ പുള്ളിയാണ് അദ്ദേഹത്തിനെ കണ്ടതെന്നാണ് പറയുന്നത്. पूरा उनका उसमें ब्लड था बट ही वॉक्ड इन लाइक अ लायन. പറഞ്ഞു വെച്ചേക്ക് മനസ്സിലായ, കംപ്ലീറ്റ് ചോരയായിരുന്നു. പക്ഷെ പുള്ളി വാക്കിൻ ലൈക്ക് എ ലയൺ എന്നാണ്, സിംഹത്തിനെ പോലെ നടന്നു കയറിച്ചെന്നാണ് പറയുന്നത്. ധാരണ ഇങ്ങനെ ഡയലോഗ് പഠിപ്പിച്ചത്. एंड ओनली विथ ए स्मॉल चाइल्ड दैट इज 6-7 साल का उनका जो लड़का है. only with his small child 6-7 साल का लड़का है. 6-7 വയസ്സുള്ള പുള്ളിയുടെ മകൻ മാത്രം. only with. പുള്ളി കണ്ട കാര്യമാണ് പറയുന്നത്. സിംഹത്തെ പോലെ മകന്റെ കൈയും പിടിച്ച് നടന്നു വരുന്നു, രക്തത്തെ കുളിച്ച് നടന്നു വരുന്നതാണ്. സിനിമയെ പോലും ഇല്ല ഈ മാതിരി സീനൊന്നും. റിയൽ ലൈഫിലത്തെ സാധനമാണ് ഈ പറയുന്നത്. उसके साथ वो वॉक इन किए विथ सो मच ऑफ दिस. ही इज अ रियल हीरो दैट वे. फिल्मों में हीरोगिरी करना वो सब ठीक है, बट ये घर में आपके ऊपर कोई अटैक हो रहा है एंड आप एज अ हीरो यू हैव एक्चुअली एक्टेड एंड यू हैव कम आउट विथ सच अ थिंग. He is doing presently very well. His parameters have improved. He is being shifted from ICU to a special room for him. Today we will be keeping visitors in check because we want him to take rest.
ഓക്കെ, അണ്ണന് യാതൊരു കുഴപ്പമില്ല, അണ്ണൻ ഐസിയുവിൽ നിന്ന് റൂമിലോട്ട് മാറ്റി വിസിറ്റേഴ്സിനെയൊക്കെ അലോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. കേട്ടല്ലോ. ഇനി ഈ ഹോസ്പിറ്റലിലെ റിപ്പോർട്ടിനകത്ത് എന്താ കൊടുത്തേക്കുന്നത് കേൾക്കാം. ഹോസ്പിറ്റലിന്റെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ കണ്ട സാധനമാണ്. ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബൈ അഫ്സർ സൈദി, റിലേഷൻ ഫ്രണ്ട്. ഓക്കെ, ഇതിനകത്ത് എവിടെയും ആ കുഞ്ഞിന്റെ കാര്യം പറയുന്നില്ല. അപ്പം റിപ്പോർട്ടിനകത്ത് പറയുന്നത് സുഹൃത്തിന്റെ കൂടാണ് ചെന്നത്. അവിടെയും സംശയം. ചിലപ്പോൾ ഡോക്ടർ പ്രായമായി ഇരുട്ടായും ചിലപ്പോൾ സുഹൃത്തിനെ കണ്ടു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഒരു സാധാരണ ഒരു സംശയമാണ്, ഇത്രയൊരു കുത്തു കിട്ടിയ ആളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ മോനെയും കൊണ്ട് മാത്രമായിരിക്കത്തില്ല, നമ്മളൊന്ന് കൈ താങ്ങിയായിരിക്കും കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ കാണും. പക്ഷെ അത്രയും വലിയൊരു ഫ്രണ്ട് കൂടെ നിൽക്കാൻ ഡോക്ടർ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ റിപ്പോർട്ടിനകത്ത് പുള്ളിയുടെ പേര് വന്നിട്ടുണ്ട്. നോ ഐഡിയ എന്താണ് എന്തോ. ഇനി നമുക്ക് സെയ്ഫ് അലി ഖാനെ കുത്തിയ വ്യക്തിയിലോട്ട് വരാം ഗൈസ്. ഇവനെ പോലീസ് പൊക്കിയത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ന്യൂസ് ഒന്ന് കാണാം. സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ അക്രമം നടത്തിയ പ്രതിയെ കണ്ടെത്താൻ തുടക്കത്തിൽ യാതൊരു തുമ്പുമുണ്ടായിരുന്നില്ല മുംബൈ പോലീസിന്. താരത്തിന്റെ വീട്ടിൽ CCTV പ്രവർത്തിക്കാത്തതിനാൽ ആകെയുള്ളത് 6ാം നിലയിൽ നിന്ന് ലഭിച്ച ഒരു ദൃശ്യം മാത്രമായിരുന്നു. ഈ ദൃശ്യത്തിലെ ആളുമായി സമാനതയുള്ള മഹാരാഷ്ട്രയിലെ മുഴുവൻ ക്രിമിനലുകളെയും പരിശോധിച്ചു മുംബൈ പോലീസ്. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇതോടെ 300-ലധികം പോലീസുകാർ ബാന്ദ്രയിലെ ഈ വീടിന് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള 1000-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ സമീപം വസ്ത്രം മാറി നീല വസ്ത്രത്തിൽ പോകുന്ന ഷെരീഫുൾ ഇസ്ലാമിനെ കണ്ടത്. 6ാമത്തെ നിലയിൽ നിന്ന് കണ്ട ദൃശ്യത്തിലും ഈ ദൃശ്യത്തിലും പുറകിലെ ബാഗായിരുന്നു സമാനത. അതാണ് കേസിലെ വഴിത്തിരിവായത്. പുറകിലെ ബാഗാണ് സമാനത. ആ ബാഗ് മനഃപൂർവ്വം അവൻ ഇട്ടതാവാനാണ് ചാൻസ്, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അവനെ പിടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കേൾക്കാം. വഴിത്തിരിവായി. തുടർന്ന് ഇത്തരത്തിൽ ഒരേ ബ്രാൻഡിലുള്ള ബാഗ് പുറകിൽ തൂക്കി നടക്കുന്ന ആളുകളെ കുറിച്ചായി അന്വേഷണം. അന്തേരി DN നഗറിൽ ഇത്തരത്തിലൊരാൾ ബൈക്കുകാരനുമായി സംസാരിക്കുന്നത് കണ്ടെത്തി. ബൈക്കിന്റെ നമ്പർ മനസ്സിലാക്കി അയാളോട് ചോദിച്ച് പ്രതിയുടെ രൂപം കൃത്യമായും പോലീസ് മനസ്സിലാക്കി. ഇതിനിടയിലാണ് ഇതേയാൾ ഇതിനടുത്ത കടയിൽ കയറി ആലുപൊറോട്ട വാങ്ങുന്ന ദൃശ്യം കണ്ടത്. അവിടെ എത്തി UPI പേയ്മെന്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചതോടെ ഫോട്ടോ ലഭിച്ചു. പ്രതി ഇത്രയും വലിയൊരു നടന്റെ വീട്ടിൽ കയറി ഇമാതിരി 5 കുത്തൊക്കെ കുത്തിയിട്ട് അവൻ സ്റ്റിൽ ബാന്ദ്രയിൽ തന്നെ കടന്ന് ചുറ്റിത്തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവൻ പിടി കൊടുക്കാൻ വേണ്ടി മാത്രം അവിടെ കടന്ന് ചുറ്റിത്തിരിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എങ്ങോട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കണമായിരുന്നു. വണ്ടിയും വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമൊന്നും ഇല്ലല്ലോ, ഏത് രീതിയിൽ വേണമെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ സ്റ്റിൽ അവൻ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞ് അവിടെ വടാപ്പൊക്കെ കഴിച്ച് പനിപൂരിയൊക്കെ തിന്ന് അവൻ ഷർട്ടൊക്കെ മാറി സെയിം ബാഗ് തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു. അവിടുത്തെ മുൻ ജീവനക്കാരനായതുകൊണ്ട് ഉടമയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും. അപ്പോഴേക്കും ഇതേ ബാഗുള്ളയാൾ ഹെഡ്ഫോൺ വാങ്ങുന്നതും അതിന് UPI പേയ്മെന്റ് നടത്തുന്നതുമായ ദൃശ്യങ്ങൾ ദാദറിൽ നിന്നും ലഭിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ ഇയാൾ ആരോടോ ഫോൺ ചെയ്ത ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സംസാരിച്ച ആരോടെന്ന് പോലീസ് വ്യക്തമായും മനസ്സിലാക്കി. സംസാരിച്ചുകൊണ്ടിരുന്നത് തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന ഒരു കരാറുകാരനോടാണെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. ഇയാളെ കണ്ടെത്തി ചോദിച്ചപ്പോൾ പ്രതിയെ താനയിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി. പിന്നീട് താനയിലെത്തി പോലീസ് പ്രതിയെ പൂട്ടി. 1 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ പ്രതി കുറ്റം സമ്മതിച്ചു. അധിക നേരം ഒന്നും എടുത്തില്ല, 1 മണിക്കൂർ അങ്ങോട്ട് ചോദ്യം ചെയ്തപ്പോഴേ അവൻ കാര്യം സമ്മതിച്ചു. ഞാനടെ കുത്തിയത് സമ്മതിച്ചു. ഇവന്റെ ഫിംഗർ പ്രിന്റും അവിടെ നിന്ന് മാച്ച് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ ബംഗ്ലാദേശിയാണ്. ഈ പറയുന്ന ഈ കുത്തിയവൻ ബംഗ്ലാദേശിയാണ്. ഇവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവന്റെ അമ്മയ്ക്ക് വയ്യാതെ കണ്ട് കിടക്കാണ്, അമ്മയ്ക്ക് അസുഖത്തിനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് പണക്കാരുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ്. ഇത്രയും വലിയ പണക്കാരൻ മുമ്പേ വേറെ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം സെലിബ്രിറ്റി ആയിട്ടുള്ള സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ തന്നെ കയറി മോഷ്ടിക്കാൻ പോയത്. നല്ല ബുദ്ധിയുള്ള പയ്യനാണ്, നല്ലത് വരട്ടെ. എന്താണെങ്കിലും ഇവ കുത്തിയവന്റെ ഫാദർ ഇത് എന്റെ മോനല്ല, ഓക്കെ, പോലീസ് പിടിച്ചത് എന്റെ മോനെയാണ്, പക്ഷേ CCTVക്ക് അത് കണ്ടത് എന്റെ മോനല്ല എന്ന് പുള്ളി തള്ളി പറഞ്ഞിരിക്കുകയാണ്. പുള്ളി പറയുന്നതോടെ കേൾക്കാം. പുള്ളി ഏതോ ലാംഗ്വേജിലാണ് പറയുന്നത്, മനസ്സിലാവുമെങ്കിൽ കേട്ടിരുന്നു. ভিডিও ফুটেজে താഴെ സബ് ടൈറ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അത് വെച്ച് മനസ്സിലാക്കുമെന്നെ മനസ്സിലാക്കിക്കോ. আটক করা হয়েছে সে আমার ছেলে, কারণ আমি আমার ছেলেকে দেখেছি, সে তার বয়স ജപ ഒന്നും മനസ്സിലായില്ല. ഇത്രേ ഉള്ള കാര്യം, പിടിച്ചത് എന്റെ മോനെയാണ്, പക്ഷെ CCTVക്കകത്ത് കണ്ടത് എന്റെ മോനല്ല. CCTVക്കകത്ത് കണ്ട ആടെ വേറെ ഹെയർ സ്റ്റൈല്, എന്റെ മോന്റെ വേറെ ഹെയർ സ്റ്റൈൽ. ഇതാണ് പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതാണ് ഗൈസ് ഫോട്ടോ. ഇത് പിടിച്ചത് ഇവനെയാണ് പിടിച്ചത്, ഇവനെയാണ് CCTVയിൽ കണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ
താഴെ ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടും ഒരാളായിട്ട് തോന്നുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, രണ്ടുപേരായിട്ട് തോന്നുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ചിലപ്പോൾ ആംഗിളിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വെച്ചിട്ട് ചിലപ്പം അങ്ങനെ തോന്നിയതാവാം, മേ ബി അങ്ങനെ തെറ്റുപറ്റിപ്പോയതായിരിക്കാം, പ്രായമായിരിക്കും. പക്ഷെ ഫിംഗർ പ്രിന്റ് അവന്റെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വേറൊരു ന്യൂസ് കാണിക്കാം. ഈ സെയിം സമയത്ത് തന്നെ സെയ്ഫ് അലി ഖാനുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വലിയ ന്യൂസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അത് കേൾക്കാം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ഉൾപ്പെടുന്ന പട്ടൗഡി രാജകുടുംബത്തിന്റെ 15,000 കോടിയുടെ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കുന്നു. പട്ടൗഡി കുടുംബത്തിന്റെ ഭോപ്പാലിലുള്ള സ്വത്തുക്കളാണ് ശത്രു സ്വത്ത് അഥവാ എനിമി പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സെയ്ഫ് കുട്ടിക്കാലം ചെലവഴിച്ച ഫ്ലാഗ്സ്റ്റാഫ് ഹൗസ്, ലക്ഷറി ഹോട്ടലായ നൂർ സബാഹ് പാലസ്, ദാറുസലാം, ഹബീബി ബംഗ്ലാവ്, അഹമ്മദാബാദ് പാലസ്, കൊഹൈഫിസ സ്വത്തുക്കൾ എന്നിവയാണവ. കൊഹൈഫിസ മുതൽ ചിക്ലോദ് വരെ നീണ്ടുകിടക്കുന്ന ഏറെ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് ഈ വസ്തുവകകൾ. സ്വത്ത് ഏറ്റെടുക്കുകയാണെന്ന് കാണിച്ച് കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റ് 2014 സെയ്ഫിന് നോട്ടീസ് അയക്കുന്നത്. തുടർന്ന് ഇതിനെതിരെ 2015 സെയ്ഫ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് സ്വത്ത് ഏറ്റെടുക്കുന്നതിന് ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ വർഷം ഡിസംബർ 13 ഹൈക്കോടതി ഈ സ്റ്റേ നീക്കിയിരുന്നു. അപ്പലേറ്റ് അതോറിറ്റിയെ സമീപിക്കാൻ സെയ്ഫിന് 30 ദിവസത്തെ സമയം നൽകുകയും ചെയ്തു. എന്നാൽ സെയ്ഫിനോ കുടുംബാംഗങ്ങൾക്കോ സമയപരിധിക്കുള്ളിൽ അപ്പീൽ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെയ്ഫിന് കുത്തേൽക്കുന്നതും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാകുന്നതും ഈ കാലയളവിലാണ്. 15,000 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഗൈസ്, ഒന്നും രണ്ടും അല്ല, 15,000 കോടി രൂപയുടെ സ്വത്തുക്കൾ. അപ്പീൽ സമർപ്പിക്കാൻ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു, 30 ദിവസം കോടതി കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് 30 ദിവസത്തിനുള്ളിൽ പുള്ളി അപ്പീൽ നൽകിയില്ല? ചോദ്യചിഹ്നമാണ്. ഈ അപ്പീൽ കൊടുക്കുന്ന ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് സെയ്ഫ് അലി ഖാൻ കുത്തേൽക്കുന്നത്. ആ ഒരു ന്യൂസ് വഴിതിരിച്ച് വിടാനാണോ അതോ വേറെ എന്തെങ്കിലും ഇന്റൻഷൻ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് നമുക്ക് നോ ഐഡിയ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് പലരും പറഞ്ഞു തുടങ്ങി ഇത് ഡ്രാമയാണ്, ഇങ്ങനെയൊക്കെ ഇവന് കുത്തൊന്നും ഏറ്റിട്ടില്ല, ഇവൻ ഉടായ്പാണ്, ഇതിന്റെ പുറകിൽ എന്തോ വലിയ കളി നടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇവന്റെ സ്വത്ത് എന്തിനാടേ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതെന്ന്. എടാ, ഇത് ശത്രു സ്വത്ത് എന്നാണ് പറയുന്നത്, ശത്രുവിന്റെ സ്വത്ത്. ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ന്യൂസിനകത്ത് പറയുന്നുണ്ട് അവർ, അതൊന്ന് കേൾപ്പിക്കാം. കഴിയാത്തത് കൊണ്ട് തന്നെ പട്ടൗഡി കുടുംബത്തിന്റെ സ്വത്ത് വകകൾ സർക്കാരിലേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടി വരിക. 1947 ഭോപ്പാൽ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു നവാബ് ഹമീദുള്ള ഖാൻ. അദ്ദേഹത്തിന്റെ 3 മക്കളിൽ മൂത്തയാളായിരുന്ന ആബിദ സുൽത്താൻ 1950 പാകിസ്ഥാനിലേക്ക് കുടിയേറി. രണ്ടാമത്തെ പുത്രിയായിരുന്നു സാജിദ സുൽത്താൻ, അതായത് സെയ്ഫ് അലി ഖാന്റെ മുതുമുത്തശ്ശി. ഇവർ വിവാഹം ചെയ്തത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൂടിയായിരുന്ന നവാബ് ഇഫ്തിഖാർ അലി ഖാനെയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയും ഇംഗ്ലണ്ടിന് വേണ്ടിയും കളിച്ച ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. ഇവർക്ക് ജനിച്ച പുത്രനാണ് പട്ടൗഡി കുടുംബത്തിന്റെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി ഖാൻ പട്ടൗഡി അഥവാ ടൈഗർ പട്ടൗഡി. മൻസൂർ അലി ഖാന്റെ ചെറുമകനായ സെയ്ഫ് അലി ഖാനാണ് നിലവിൽ പട്ടൗഡി രാജകുടുംബത്തിന്റെ കോടിക്കണക്കിന് ആസ്തി വരുന്ന സ്വത്തുക്കളുടെ അവകാശി. ആബിദ പാക് പൗരത്വം നേടിയെങ്കിലും സെയ്ഫിന്റെ മുത്തശ്ശി വഴി പട്ടൗഡി കുടുംബത്തിലേക്ക് ഈ സ്വത്തുക്കൾ എത്തുകയാണുണ്ടായത്. സെയ്ഫിന്റെ തായ് വഴികളിൽ ഇന്ത്യൻ വേരുകൾ തന്നെയാണ് അടിയുറച്ചു നിൽക്കുന്നതെങ്കിലും ആബിദ സുൽത്താനെ പാകിസ്ഥാൻ കുടിയേറ്റമാണ് സർക്കാരിന്റെ പ്രശ്നം. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെ ശത്രു സ്വത്തായി പ്രഖ്യാപിക്കുന്ന കീഴ്വഴക്കമുണ്ട്. കേട്ടല്ലോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയ ഒരു വ്യക്തി പാകിസ്ഥാനിൽ പോയി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള സ്വത്തുക്കളെല്ലാം ശത്രു സ്വത്തുക്കളായിട്ട് കണ്ടുകെട്ടും. അതാണ് നമ്മുടെ നിയമം. ഇത് സെയ്ഫ് അലി ഖാന്റെ മാത്രമല്ല, ഇതിനു മുമ്പ് പല ആൾക്കാരുടെയും കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത് പാകിസ്ഥാനുമായിട്ട് മാത്രമല്ല, ചൈനയിലോട്ട് കുടിയേറി പാർത്ത ആൾക്കാരുടെയും സ്വത്തുക്കൾ ഇതുപോലെ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഏകദേശം 9,600ഓളം ഇതുപോലെ ശത്രു സ്വത്തുക്കളാണ് ഇന്ത്യയിൽ നിലവിലുള്ളതെന്നാണ് പറയുന്നത്. പാകിസ്ഥാനുമായിട്ട് കുടിയേറി പാർത്തവരുടെ ശത്രു സ്വത്തുക്കൾ 9,600 സംതിങ് എന്തോ അത്ര ഉണ്ടെന്നാണ് പറയുന്നത്. അന്നേരം തനിക്ക് പാരമ്പര്യമായി കിട്ടുന്ന 15,000 കോടി രൂപയുടെ സ്വത്ത് കണ്ണുമ്പീർ ഇങ്ങനെ പോകുമ്പോൾ ആർക്കും സഹിക്കൂലടേ. അന്നേരം ഇതെല്ലാം കൂട്ടി വായിക്കും, ഇതെന്തോ വലിയ പ്ലാനിനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സെയ്ഫ് അലി ഖാൻ ഒരു ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ നടത്തിയിട്ടുണ്ട് ഈ കുത്തേറ്റ കാരണം. ഏകദേശം 36 ലക്ഷത്തിന് ഇൻഷുറൻസ് ക്ലെയിം ആണ് നടത്തിയത്. ഇൻഷുറൻസുകാർ അപ്പം തന്നെ 25 ലക്ഷം കൊടുക്കുകയും ചെയ്തു. എന്താണെങ്കിൽ ഇത്രയും സ്വത്തുള്ളവന് 36 ലക്ഷം വലിയ കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇൻഷുറൻസ് ക്ലെയിം നടത്തിയത്. എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്തേക്കുന്നത് ഈ ഒരു കുത്തുന്ന പരിപാടി കുറച്ചും കൂടെ ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഓട്ടോക്കാരനെ വിളിച്ചുകൊണ്ട് പോയ കേസ്, ഇപ്പം കുത്തേക്കുന്ന സമയത്ത് ആ കോമ്പൗണ്ടിലുള്ള ആളുകളാണ് സെയ്ഫ് അലി ഖാനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതെങ്കിൽ ഇവരെല്ലാരും കൂടെ നടത്തിയ ഒരു ഡ്രാമയാണെന്നുള്ള രീതിയിൽ ആളുകൾ ചിലപ്പോൾ വ്യാഖ്യാനിക്കാം. അതുകൊണ്ടാണ് ഇവരുടെ ആ ഒരു കോമ്പൗണ്ടിൽ ഇല്ലാത്ത, അവരുടെ ആ ഒരു സർക്കിളിൽ ഇല്ലാത്ത ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വണ്ടി ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയേക്കുന്നത്. കാരണം മൂന്നാമതൊരാൾ കണ്ടു, അയാൾ നോക്കുമ്പോൾ
എന്താണ് സെയ്ഫ് അലി ഖാൻ കുത്തും കൊണ്ട് വരികയാണ്. അന്നേരം അയാളെ പത്രം ചോദ്യം ചെയ്യും, അന്നേരം അയാൾ കണ്ട കാര്യങ്ങൾ പറയും, കുറച്ചും കൂടെ വിശ്വാസം എന്ന് വരുന്ന രീതിയിൽ ആൾക്കാരിലോട്ട് ആ സംഭവം എത്തും. സോ മേ ബി അതുകൊണ്ടായിരിക്കണം ഈ ഓട്ടോക്കാരനെ ഹയർ ചെയ്തത്. അല്ലാതെ ഓട്ടോക്കാരനെ ഹയർ ചെയ്യേണ്ട യാതൊരു ആവശ്യം അവിടെ കാണുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പിടികിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഈ ഒരു കേസിന്റെ പുറകിൽ ഇങ്ങനെ കടന്ന് ചുരുളി പോലെ കടന്ന് കറങ്ങുന്നുണ്ട്. എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, കാര്യം ഈ ബോളിവുഡിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര വില കൊടുക്കാറില്ല ആരും. ഇത്ര ഇന്ത്യ മൊത്തം കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് പോലും കേരളത്തിൽ അധികം ചർച്ച ഇതുമായിട്ട് വരാത്തത്. ഓക്കെ, എന്താണെങ്കിലും ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. പിന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, മെറ്റീരിയൽസ് വല്ലതും കിട്ടുവാണെങ്കിൽ അങ്ങനെയും അയക്കാവുന്നതാണ്. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. അപ്പോൾ ശരിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം. ഓക്കെ, 2 ലക്ഷം അടിക്കാനുള്ളതാണ്. അപ്പോൾ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്.